പാലക്കാട് മലമ്പുഴയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് മാറാതെ കാട്ടാന. ചുരുളിക്കൊമ്പൻ കാട്ടാന ട്രാക്ക് മറികടന്ന് റോഡിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാട്ടാനയെ തുരത്താൻ വനംവകുപ്പിന്റെ ശ്രമം ഫലം കാണുന്നില്ല എന്നാണ് പരാതി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇതിപ്പോൾ കുറേ ദിവസമായി ഇത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ ട്രാക്കിന് സമീപത്തേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ആനയെ തുരത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും, പിന്നീട് അല്പം മാറും, പിന്നീട് വീണ്ടും തിരികെ എത്തും. എന്താണിതിൽ ഈ ചുരുളിക്കൊമ്പനെ തുരത്താനുള്ള ദൗത്യത്തിൽ ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ശ്രീത്ത്? ഇന്നലെ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു നീക്കം, ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഒരു കാട്ടാന കാട് കയറാനുള്ള ഒരു നീക്കം കാട്ടാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പടക്കം പൊട്ടിച്ചിട്ടും ഈ ചുരുളിക്കൊമ്പൻ കാട് കയറുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുണ്ടൂർ കയറാങ്കോട് ഇത്തരത്തിൽ കാട്ടാന ചവിട്ടി ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം 2 ദിവസം മുൻപ് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് കർശനമായ നിരീക്ഷണം ഈ ചുരുളിക്കൊമ്പന് മേൽ നടത്തുന്നത്. എന്തായാലും ഇതിപ്പോഴും കഞ്ചിക്കോട്, മലമ്പുഴ പോലുള്ള ജനവാസ മേഖലയുടെ സമീപത്ത് തന്നെയാണുള്ളത്. ഈ കാട്ടാന ട്രാക്ക് മറികടന്ന് നേരെ ഇനി റോഡിലേക്ക് കയറാനുള്ള സാധ്യതയുമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ റോഡുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ റോഡിലേക്ക്, ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ്, ആ മേഖലയിലേക്ക് കയറാനുള്ള ഒരു നീക്കം ഈ കാട്ടാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് ജീവനക്കാർ ഇതിന് കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങളാണ് ക്യാമറമാൻ എസ് രാജീവ് സുദേവും സാരഥി രതീഷും ചേർന്ന് സമഗ്രമായി ഇപ്പോൾ പകർത്തിയിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും അത് റെയിൽവേ ട്രാക്കാണ്, പ്രധാനപ്പെട്ട പാതയാണ്, ട്രാക്ക് നമ്പർ 2 ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള സ്ട്രീറ്റ് ട്രാക്കാണ്. ആ മേഖലയിൽ ഇപ്പോഴും കാട്ടാന തുടരുന്നത് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ട്രാക്ക് കൂടിയാണ്. അവിടെയാണ് ഈ ചുരുളിക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. കാരണം ഇത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, അതിനുശേഷം പിന്നീട് രാവിലെ ആകുമ്പോൾ തിരിച്ചു പോകുന്നു. ആ ഒരു സാഹചര്യം ഇനി അനുവദിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. എന്തായാലും ഈ കാട്ടാനയെ തുരത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും കാട്ടാന കാട് കയറാതെ, ചുരുളിക്കൊമ്പൻ എന്നാണ് നാട്ടുകാർ അതിന് പേരിട്ടിരിക്കുന്നത്. ചുരുളിക്കൊമ്പൻ കാട്ടാന ട്രാക്ക് മറികടന്നു പോകുന്ന റോഡിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിന്റെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനയെ തുരത്തുന്നതിൽ വനംവകുപ്പിന് കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്.